ഹായ് ഓൾ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് അല്ലേ. കൺട്രോൾ സ്ട്രക്ചറിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു. പിന്നെ ഏതായിരുന്നു പ്രോഗ്രാം എന്ന് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ലാർജസ്റ്റ് എമംഗ് ടു നമ്പർ ഈഫ് എൽസ് വെച്ചിട്ടുള്ള. ഓക്കെ, ഇന്ന് അതിൻ്റെ തിയറി സെക്ഷനിൽ നമ്മൾ ഈ കൺട്രോൾ സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്, അപ്പോൾ കൺട്രോൾ സ്ട്രക്ചർ എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ കൺട്രോൾസ് എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യുക. എങ്ങനെ? ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോഗ്രാമിൽ സമ്മ് കാണാനുള്ള പ്രോഗ്രാം ചെയ്തപ്പം എല്ലാം സീക്വൻഷ്യലായിട്ട് ഒരു ലൈൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈൻ, ആ ലൈൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ അടുത്തുള്ള ലൈൻ എന്താവുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ കൺട്രോൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം ഏത് ലൈൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതായത് ഒരു കണ്ടീഷൻ വെക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണം, ശരിയല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫ്ലോ തന്നെ കൺട്രോൾ ചെയ്യാം. അതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സെലക്ഷൻ സ്ട്രക്ചേഴ്സ്, ഒന്ന് സെലക്ഷനെ നമ്മൾ ഒന്നുകൂടെ പറയും എന്താണ്, ഡിസിഷൻ മേക്കിംഗ് എന്നും കൂടി പറയും. രണ്ടാമത്തത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, റിപ്പീറ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺട്രോൾ സ്ട്രക്ചറിലുള്ളത്. ഓക്കെ, ഇനി സെലക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഒന്ന് ഈഫ്, വെറും ഈഫ് വെച്ചിട്ടുള്ളതുണ്ടാകും. പിന്നെ നമ്മൾ പഠിച്ച ഈഫ് എൽസ് വെച്ചിട്ടുള്ളതുണ്ടാകും, ഈഫ് എൽസ്. പിന്നെ ഈഫ് എൽസ്, ലാഡർ, നെസ്റ്റഡ് ഈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. നമുക്ക് ഇത് ഇപ്പോൾ ഈഫും ഈഫ് എൽസും നോക്കാം. പിന്നുള്ളത് സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ എൽസ് ഈഫ്, ലാഡർ, നെസ്റ്റഡ് ഈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നോക്കുക. ഏതൊക്കെയാണ്? ഈഫ്, സിമ്പിൾ ഈഫ്, ഈഫ് എൽസ്, സ്വിച്ച്. ഇത്രയുമാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് നോക്കാനുള്ളത്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ ഒരു കണ്ടീഷൻ വെച്ച് കൺട്രോൾ ചെയ്യാം. അതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് മെയിനായിട്ട് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈഫ് എൽസ്, എൽസ് ഈഫ് ലാഡർ, നെസ്റ്റഡ് ഈഫ്, സ്വിച്ച്. ഓക്കെ, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ഏതൊക്കെ? ഫോർ ലൂപ്പ്, വൈൽ ആൻഡ് ഡു വൈൽ. ഫോർ, വൈൽ, ഡു വൈൽ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം നോക്കിയാൽ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണായ ഈഫ്, ഫസ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് വണ്ണായ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈഫ് ഇപ്പോൾ നമ്മളോട് പറയാണ്, പിന്നെ ഒരു പ്രോഗ്രാം
നമ്മൾ കീബോർഡ് കൂടെ ഒന്ന് എന്ന് പറയുന്ന വേർഡ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു പിന്നെ സപ്പോസ് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വരണം. ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വരണം. നമ്മൾ 2 എന്നുള്ള വേർഡാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അമേരിക്ക എന്നുള്ളത് അപ്പം ടൈപ്പ് ചെയ്യണം. അപ്പോൾ 1 ആണെങ്കിൽ ഇന്ത്യ വേണം, 2 ആണെങ്കിൽ അമേരിക്ക. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അതിനൊരു കോഡ് എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ യൂസിങ് സിമ്പിൾ ഈഫ് വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഈഫ് എൽസ് അല്ല. നമ്മൾ കഴിഞ്ഞ ലാബിൽ ഈഫ് എൽസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് എൽസ് പാർട്ടില്ല, ഈഫ് മാത്രം. സിമ്പിൾ ഈഫ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. നമ്മളുടെ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കീബോർഡ് കൂടെ 1 എന്നാണ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അത് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യണം. ഇനി കീബോർഡ് കൂടെ 2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് അമേരിക്ക എന്ന് ടൈപ്പ് ചെയ്യണം. അമേരിക്ക എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് കാണാം. അപ്പോൾ അത് സിമ്പിൾ ഈഫ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളുടെ ഏതൊരു പ്രോഗ്രാമിലും ഹെഡർ ഫയൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ #include IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ വേണം. ഓക്കെ, #include IOStream. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ യൂസിങ് നെയിം സ്പേസ് std യൂസിങ് നെയിം സ്പേസ് std. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലൈൻ ഏതാണ്? നെക്സ്റ്റ് ലൈൻ മെയിൻ ഓപ്പൺ ചെയ്യാണ്. മെയിൻ ഓപ്പൺ ചെയ്തു. മെയിൻ ഓപ്പൺ ചെയ്തു. നമ്മളുടെ എയിം എന്താണ്? നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാണ്. ആ നമ്പർ 1 ആണെങ്കിൽ ഇന്ത്യ, നമ്പർ 2 ആണെങ്കിൽ അമേരിക്ക. അത്രയേ ഉള്ളൂ അല്ലേ? നമ്പർ 1 ആണെങ്കിൽ ഇന്ത്യ, നമ്പർ 2 ആണെങ്കിൽ അമേരിക്ക എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? ഡിക്ലറേഷൻ വേണം. ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എന്തായിരുന്നു? ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എത്ര വേരിയബിൾ വേണം? ഒരു നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ മതി. ആ വേരിയബിൾ നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ 1 ആണെങ്കിൽ ഇന്ത്യ, ആ വേരിയബിളിൽ റീഡ് ചെയ്യുന്ന വാല്യൂ 2 ആണെങ്കിൽ അമേരിക്ക. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു വേരിയബിൾ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വേരിയബിളിൻ്റെ ടൈപ്പ് നമുക്കൊരു ഇൻറ്റിജറായിട്ടാണ് കൊടുക്കുന്നത്. വേരിയബിളിനൊരു പേര് വേണം. അപ്പോൾ എയോ ബിയോ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന പേര് നം, വേരിയബിൾ നെയിം നം എന്നുള്ളത് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി നമുക്ക് നമ്പറിന് വാല്യൂ റീഡ് ചെയ്യണം. നമ്പറിന് നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 1 എന്നുള്ള വാല്യൂ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 എന്നുള്ള വാല്യൂ റീഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഒരു മെസ്സേജ് കൊടുക്കുക. Cout. എന്താ മെസ്സേജ്? എൻ്റർ ദി വാല്യൂ ഓഫ് നം. എൻ്റർ ദി വാല്യൂ ഓഫ് നം സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞു, നമ്മൾ സ്ക്രീനിൽ ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് കാണിച്ചു. എൻ്റർ ദി വാല്യൂ ഓഫ് നം. എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്പറിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനി അത് നമുക്ക് നമ്മുടെ വാല്യൂ റീഡ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ സീൻ നം. ഇപ്പം നമ്മിലേക്ക് ഇപ്പം നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു? നമ്മിലേക്ക് വന്നു. ഇനി ഇത് നമ്മൾ നോക്കേണ്ടത്, നമ്മിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യണം, നമ്മിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അമേരിക്ക എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? if
നം ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഈ ഓപ്പറേറ്റർ. ഓക്കെ, ഡബിൾ ഈക്വൽ. അപ്പോൾ ഡബിൾ ഈക്വലും സിംഗിൾ, അപ്പോൾ ഈഫ് നം ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് ഇതും ഈ ഒരൊറ്റ ഈക്വലും തമ്മിലുള്ള വ്യത്യാസം? ഒരൊറ്റ ഈക്വലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ, സപ്പോസ് നമ്മളിപ്പം ചെയ്യുന്നത് നം ഈക്വൽ ടു 1 അല്ലേ? ഇതാണോ നോക്കുകയാണ്. അതായത് ഇതിന് നമ്മൾ പറയാ കമ്പാരിസൺ ഓപ്പറേറ്ററാണ്, കമ്പാരിസൺ ആണ്. അതായത് ഇപ്പം നമ്മൾ കീബോർഡ് കൂടെ നമ്മിനൊരു വാല്യൂ എൻ്റർ ചെയ്യും അല്ലേ? ആ നമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ 1 ആണ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ 1 ഈക്വൽ ടു 1 ആണോ നോക്കും. 1 ഈക്വലാണ് അല്ലേ? അപ്പോൾ ട്രൂ ആണ്. 1 എന്താണ്? ട്രൂ ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. നം ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മൾ കീബോർഡ് കൂടെ എൻ്റർ ചെയ്ത നം 1 ആണ് എങ്കിൽ അവിടെ എന്ത് വന്നു? 1 ഈക്വൽ ടു 1. അവിടെ കമ്പയർ ചെയ്യും. ഒന്നും ഈക്വൽ ആണോ? യെസ്, ഈക്വൽ ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ആൻസർ എന്താ? ട്രൂ ആണ്. അപ്പോൾ നമ്മളുടെ ഈഫ് എങ്ങനെയാ? ഈഫ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അണ്ടറിലുള്ള കാര്യം വർക്ക് ചെയ്യും. ഈഫ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ. ഇപ്പം നം ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞ എന്താണ്? സി ഔട്ട് ഇന്ത്യ അല്ലേ? ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. അപ്പം നം ഈക്വൽ ടു 1 ആണെങ്കിൽ ഇന്ത്യ എന്താണ്? കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇനിയിപ്പം കമ്പാരിസണും പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഇപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കും. നമ്മൾ എന്ത് ചെയ്തു? സി ഔട്ട് എൻ്റർ ദ നമ്പർ, വാല്യൂ ഓഫ് നമ്പറിൻ്റെ വാല്യൂ കൊടുത്തു. അത് നമ്മൾ കീബോർഡ് കൂടെ റീഡ് ചെയ്തു, സീൻ ചെയ്തു. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈഫ് നം ഈക്വൽ ടു 1. ഈഫ് നം ഈക്വൽ ടു 1, അതായത് നമ്മൾ കീബോർഡ് കൂടെ കൊടുത്തിരിക്കുന്നത് 1 ആണോ? ആ 1ഉം ഈക്വൽ ആണോ? യെസ്, 1ഉം ഈക്വൽ ആണ് എങ്കിൽ എന്ത് ചെയ്യും? സി ഔട്ട് ഇന്ത്യ. സി ഔട്ട് ഇന്ത്യ എന്നുള്ളത് സി ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഈഫ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഈ ഈഫ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഈഫാണ്. ഇനി നമ്മളോട് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, നം 2 ആണെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാണ്. ഈഫ് നമ്മൾ എൻ്റർ ചെയ്ത നം ഈക്വൽ ടു 2 ആണ്, ഈക്വൽ ടു 2 ആണ് എങ്കിൽ എന്തെഴുതും? സി ഔട്ട് ചെയ്യും. സി ഔട്ട് അമേരിക്ക എന്നുള്ളത് സി ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പിന്നെ എൻ്റർ ദ വാല്യൂ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ കമ്പൈലർ ഇവിടേക്ക് വരും. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കമ്പൈലർ ഇവിടെ വരും. അതിനുശേഷം നോക്കും നമ്മൾ എൻ്റർ ചെയ്തത് 1ഉം ഈ 1ഉം ഈക്വൽ ആണോ? യെസ്, 1ഉം ഈക്വൽ ആണ്. അപ്പോൾ ഈ ആൻസർ എന്താണ്? ട്രൂ ആണ്. അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അതാണ് അതിൻ്റെ റിസൾട്ട് വരിക. ഇത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ബ്ലോക്ക് വർക്ക് ചെയ്യും. അതിന് തൊട്ട് താഴെയുള്ള ബ്ലോക്ക് ഏതാണ്? സി ഔട്ട് ഇന്ത്യ, അതാണ് തൊട്ട് താഴെയുള്ള ബ്ലോക്ക്. ഓക്കെ, ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മല്ല 2 ആണ് എങ്കിൽ, ഇപ്പം നമ്മൾ നമ്മല്ല 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? വീണ്ടും ആദ്യം കമ്പൈലർ ഇവിടെ തന്നെയാണ് വരിക. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യും. നം ഈക്വൽ ടു 1, അതായത് നമ്മൾ എൻ്റർ ചെയ്തത് എന്താണ്? 2 ആണ്. 2 ഈക്വൽ ടു 1 കണ്ടീഷൻ ശരിയാണോ നോക്കും. അല്ല, കണ്ടീഷൻ എന്താ? 2 1ന് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യത്തെ ഈഫ് ഫോൾസ് ആയി. ആദ്യത്തെ ഈഫ് ഫോൾസ് ആകുമ്പോൾ എന്താവും?
അതിന് തൊട്ട് താഴെയുള്ള ബ്ലോക്ക് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അത് കമ്പൈലർ പിന്നെ നോക്കില്ല. പിന്നെ കമ്പൈലർ അടുത്ത ഇഫിലേക്ക് പോകും. അടുത്ത ഇഫിൽ നോക്കും 2 = 2 ആണോ, യെസ് അല്ലേ, 2 2നോട് ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായി, അത് ട്രൂ ആയി. അപ്പോൾ കണ്ടീഷൻ ഈഫ് ട്രൂ ആവുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ഈഫ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇതാണ് എന്ത്, കമ്പാരിസൺ ഓപ്പറേറ്റർ. നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ലാബ് സെക്ഷൻ എടുക്കുമ്പം റിലേഷണൽ ഓപ്പറേറ്റർ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെന്താണ് കമ്പാരിസൺ, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്, മിസ്ക് ഓപ്പറേറ്റർ ഉണ്ട്. ഇതിലൊരു ഓപ്പറേറ്ററാണ് ഇത് കമ്പാരിസണും സിംഗിൾ പിന്നെ ഇതിട്ടിരിക്കുന്ന ഇങ്ങനെ 2 എണ്ണം സമം ഇട്ടിരിക്കുന്ന 2 എണ്ണം ഇടുന്ന ഒരു ഓപ്പറേറ്ററുണ്ട്. അതുപോലെ ഒരു ഈക്വൽ ഇടുന്ന ഓപ്പറേറ്ററുണ്ട്. ഈ ഫസ്റ്റ് ഓപ്പറേറ്ററിനെ നമ്മൾ പറയും കമ്പാരിസൺ ഓപ്പറേറ്റർ. അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കമ്പയർ ചെയ്യുക, നമ്മൾ എൻ്റർ ചെയ്തതും നമ്മൾ ഉദ്ദേശിക്കുന്നതും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. വണ്ണിനോട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന ആൻസർ വരും അല്ലേ. 1 ഈക്വൽ ആണെങ്കിൽ എന്തായി, ഇതിൻ്റെ മൊത്തം റിസൾട്ട് ട്രൂ ആയി. ഓക്കെ, ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇനി രണ്ടാമത്താണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതാണ് എന്ത്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ A = 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ, A എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. അവിടേക്ക് 2 കൊടുത്തു, 2 അസൈൻ ചെയ്തു. അതാണ് അതിൻ്റെ അർത്ഥം. A = 2. A = 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, ഇനി B = 4 എന്ന് കൊടുത്താൽ B എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. അവിടേക്ക് എന്ത് ചെയ്യുക, 4 അസൈൻ ചെയ്യുക. 4 കൊടുത്തു. ഓക്കെ, ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പം കമ്പാരിസൺ ഓപ്പറേറ്ററും ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഉണ്ട്. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലേ. 1 = 1, 1 = 1 എന്ന് പറഞ്ഞാൽ ആ 1ഉം ഈക്വൽ ആണോ, കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് അതിന് തൊട്ട് താഴെയുള്ള ഭാഗം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ഈഫ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സിമ്പിൾ ഈഫ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഈഫിൽ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള കമ്പാരിസൺ ഓപ്പറേറ്റർ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തതും പഠിച്ചു, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും പഠിച്ചു. ഇതൊക്കെ ഓപ്പറേറ്ററിൻ്റെ സെക്ഷനിൽ വരുന്നതാണ്. നമ്മൾ ഓപ്പറേറ്ററിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റർ, അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ എന്നുള്ള കാര്യങ്ങൾ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ നമുക്ക് എല്ലാ ഓപ്പറേറ്ററും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, ഇപ്പം കൺട്രോൾ സ്ട്രക്ചർ 2 ടൈപ്സ് ഉണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഈഫ് എൽസ് ലാഡർ, എൽസ് ഇഫ് ലാഡർ ഉണ്ട്. അതുപോലെ തന്നെ നെസ്റ്റഡ് ഈഫ്, സ്വിച്ച്. ഇതൊക്കെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിസിഷൻ എടുക്കുകയാണ്. എന്തിൻ്റെ ബേസിലാണ്, നമ്മളുടെ ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അതാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്.
അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ. ഒരു ഭാഗം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത്, അത് നമുക്ക് ആ ഭാഗം ആകുമ്പോഴേക്ക് പഠിക്കാം. ഓക്കെ, അതിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഫസ്റ്റ് വൺ ആയിട്ടുള്ള സിമ്പിൾ ഈഫാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആയിട്ടുള്ള സിമ്പിൾ ഈഫ്. ഓക്കെ, ഇപ്പം ആ ഈഫ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കമ്പാരിസൺ ഓപ്പറേറ്ററും കമ്പാരിസൺ ഓപ്പറേറ്ററും രണ്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാല്യൂ നമ്മൾ ഒന്നിലേക്ക് അസൈൻ ചെയ്യുക. എ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? അസൈൻ ചെയ്തു. അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പാരിസൺ ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യം. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന, ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ട് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ദ സിൻടാക്സ്, അതിൻ്റെ സിൻടാക്സ് എന്താണ്? ഈഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ബ്ലോക്കിലുള്ള കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും, സിമ്പിൾ ഈഫ്. ഫോൾസ് ആണെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുണ്ടെങ്കിൽ ട്രൂ, ഫോൾസ് ആണെങ്കിൽ എൻ്റെ ഈ ഒരു ക്ലോസിങ് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള ലൈൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്. ഈഫ് എക്സ്പ്രഷൻ അതിൻ്റെ ഈ ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കമൻ്റാണ്. ദിസ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ്. ഈഫ് എക്സ്പ്രഷൻ ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബ്രേസസ് വിൽ ബി എക്സിക്യൂട്ടഡ്. എന്താണ്? എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും അല്ലേ? എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ എന്തായിരുന്നു എക്സ്പ്രഷൻ? നം ഈക്വൽ ടു 1 എന്തായിരുന്നു? നം ഈക്വൽ ടു 1 ഇതായിരുന്നു എക്സ്പ്രഷൻ അല്ലേ? ഈഫ് നം ഈക്വൽ ടു 1 ഇതായിരുന്നു എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ നടക്കും. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷൻ ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആകാം. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈഫ് എക്സ്പ്രഷൻ ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബ്രേസസ് വിൽ ബി എക്സിക്യൂട്ടഡ്. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബ്രേസസ്. ഏതാ ബ്രേസ്? ഇതാണ് ഓപ്പൺ ബ്രേസും ഇതാണ് ക്ലോസ് ബ്രേസും. ഇതിൻ്റെ താഴെ, ഇതിൻ്റെ ഇൻസൈഡ് ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം. അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് ഈഫ് എക്സ്പ്രഷൻ ബ്രേസ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ബ്രേസ് ക്ലോസ് ചെയ്യുക, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്? എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബ്രേസസ് വിൽ ബി എക്സിക്യൂട്ടഡ്. ബ്രേസസിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് എഴുതേണ്ട നോട്ട്. കൺട്രോൾ സ്ട്രക്ചർ ഒരു എസ്സേ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ നം 1 ആണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യണം. 2 ആണെങ്കിൽ സ്പെയിൻ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യണം. 3 ആണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ റീഡ് ചെയ്യും. ഓക്കെ, നം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ റീഡ് ചെയ്യും. അപ്പോൾ എന്താണ്? സീൻ നം എന്നിട്ട് എന്ത് ചെയ്തു? നം 1 ആണോ എന്ന് നോക്കും. നം 1 ആണ് എങ്കിൽ എന്ത് ചെയ്യും? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് സി ഔട്ട് ചെയ്യും. അതവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത്, ഇഫ് നം ഈക്വൽ ടു 2, നം 2 ആണെങ്കിൽ
സ്പെയിൻ എന്നുള്ളത് എന്ത് ചെയ്തു, സി ഔട്ട് ചെയ്തു. ഇനി ഈഫ് നം ഈക്വൽ ടു 3 ആണെങ്കിൽ ഇന്ത്യ എന്നുള്ളത് സി ഔട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിൾ ഈഫിൻ്റെ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഈഫ് എൽസ് നമ്മൾ മുന്നേ നോക്കിയതാണ്. ഇതാണ് സിമ്പിൾ ഈഫ്. അപ്പം ലാബ് വീട്ടിൽ സിസ്റ്റം ഉള്ളവർ ഈ കോഡൊന്ന് എഴുതി നോക്കുക, എറർ മനസ്സിലാക്കുക, അത് തിരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഈഫ്. ഇനി എൽസ് ഈഫാണ്. ഈഫ് എൽസ് എങ്ങനെയാണ് നമ്മൾ മുന്നേ പഠിച്ചത് തന്നെ. എന്താണ്, ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തൊട്ടാഴെ വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എൽസ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത്, ഈഫ് എൽസ്. ഈഫ് എൽസ് ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക, സിൻടാക്സ്. ഈഫ് വരും, എക്സ്പ്രഷൻ വരും, ബ്ലോക്ക് വരും, എൽസ് അല്ലേ, എൽസ് വരും, എൽസ് വരും. നമുക്കിനി എൽസിഫറിന് തുടങ്ങാനും പറ്റും അതിൻ്റെ ബ്ലോക്ക്. അപ്പോൾ നമ്മളതിന് 2 നമ്പർ ഗ്രേറ്റർ ദാനുള്ള ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാം ഒന്ന് നോക്കുക. അതോടൊപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ഇതുവരെയുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു പ്രോഗ്രാമും കൂടി നോക്കാം. ഓക്കെ, അപ്പം ഈഫ് എൽസ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈഫ് എൽസിന് പറയാവുന്നത്, ഇപ്പോൾ നമ്മളുടെ വോട്ടിംഗ് ഏജ് ആ ഒരു ഏജ് നമ്മളോട് റീഡ് ചെയ്യുക. ഈ പ്രോഗ്രാം ഒന്ന് നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് എനിക്ക് പിന്നെ ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഏജ് റീഡ് ചെയ്യും. ഇപ്പോൾ ഏജ് റീഡ് ചെയ്യുന്ന പറയുമ്പോൾ ആദ്യം ഹെഡർ ഫയൽ വേണം, പിന്നെ നെയിം സ്പേസ് വേണം, മെയിൻ ഓപ്പൺ ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഏജ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇൻഡ് ഏജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഏജ് റീഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സി ഔട്ട് എൻ്റർ ദി ഏജ് മെസ്സേജ് കൊടുക്കുക, സീൻ ചെയ്യുക, ഏജ് സീൻ ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്യുക ഏജ് 18 ആണോ. ഈഫ് ഏജ് ഈക്വൽ ടു 18 18 ആണെങ്കിൽ മെസ്സേജ് വേണം എന്ത്, യു ക്യാൻ വോട്ട്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും, യു ക്യാൻ വോട്ട്. എൽസ് ആണെങ്കിൽ എന്ത് വേണം, യു കാണ്ട് വോട്ട്, നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നൊരു മെസ്സേജ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതി നോക്കുക, എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ എന്താണ് 2 നമ്പർ ഗ്രേറ്റർ ദാൻ എഴുതിയ പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞ ലാബിൽ ചെയ്തതാണ്. ആ പ്രോഗ്രാമിൻ്റെ അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ എഴുതേണ്ട പ്രോഗ്രാമാണ് ഇതും. ഇതിൻ്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ ഏജ് റീഡ് ചെയ്യുക, അതിനുശേഷം ഏജ് ചെക്ക് ചെയ്യുക. അത് 18 ആണെങ്കിൽ യു ക്യാൻ വോട്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. ഇനി 18 അല്ല, 18 താഴെയുമാകാം അല്ലേ. 18 മുകളിലാണെങ്കിൽ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ലെസ് ദാൻ 18 ആണെങ്കിൽ യു കാണ്ട് വോട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതുക, ഷെയർ ചെയ്യുക. ഇന്ന് ഇത്രയും മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.